സെലട്രിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ലാസറിന്റെ മരണവും അങ്ങോട്ട് പോകാനുള്ള ഈശോയുടെ തീരുമാനവും ഈശോ ശിഷ്യന്മാരെ അറിയിക്കുന്നതുമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ലാസറിന് രോഗബാധിതനായി എന്ന് കേൾക്കുമ്പോൾ ലാസറിന്റെ രോഗവിവരം ഈശോയെ അറിയിക്കാനായിട്ട് വരുന്നവർ പറയുന്ന ലാസറിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പറയുകയാണ്, കർത്താവെ നീ സ്നേഹിക്കുന്നവൻ രോഗബാധിതനായി കിടക്കുന്നു എന്ന് പറയുകയാണ്. ലാസറിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വളരെ രസകരമാണ്. ഈശോ സ്നേഹിക്കുന്ന ലാസർ. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, ഈശോ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എന്നെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുമോ? അതായത് ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ കർത്താവേ നീ സ്നേഹിക്കുന്ന ഇന്ന ആള് എന്ന് എന്നെ കുറിച്ച് പറയാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ഇന്നതിനും ചിന്തിക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ ഈശോ ബഥാനിയയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ തോമാസ്ലേ പറയുന്നുണ്ടെങ്കിൽ അവനോടുകൂടെ മരിക്കാനായിട്ട് നമുക്കും പോകാം. ഓരോ ക്രിസ്ത്യാനിയുടെയും ഒരു വിളിയാണത്. ഈശോയോടുകൂടെ മരിക്കാനായിട്ടുള്ളൊരു വിളി, അല്ലെങ്കിൽ ഈശോയോടുകൂടെ ജീവിക്കാനായിട്ടുള്ളൊരു വിളി. അത് തന്നെയാണ് പൗലോസ്ലേ പറയുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമാണെന്നൊക്കെ പറയുമ്പോൾ പൗലോസ്ലേ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ സ്നേഹിക്കുന്ന ഒരാളായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമതായിട്ട് ഈശോയോടൊപ്പം മരിക്കാനായിട്ട് തയ്യാറുള്ള, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് തയ്യാറുള്ള ഒരാളാവുക എന്നുള്ളതാണ് അർത്ഥം. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.